ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകം 23-ാം അധ്യായം 12 മുതൽ 18 വരെ തിരുവചനങ്ങൾ. ബറക്കുമോ. ദാവീദ് പിന്നെയും, കെയീല പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും, എഴുന്നേറ്റ് പട്ടണത്തിൽ നിന്ന് ഓടിപ്പോകുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവൻ്റെ ആളുകളും കെയീലയെ വിട്ടു പുറപ്പെട്ടു. സൗകര്യം കണ്ടെടുത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയീല വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിലും പാർത്തു. ഇക്കാലമെല്ലാം ശൗൽ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തൻ്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിൻ്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ പിതാവായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അത് എൻ്റെ പിതാവായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തൻ്റെ പിതാവിനോടും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്യണമേ. ആമേൻ.